ഹലോ ഗൈസ്, അപ്പോൾ PVC ഷീറ്റ് കൊണ്ട് ചെയ്തൊരു വാൾഡ്രോപ്പാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുൾ ചെയ്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് വുഡ് ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. വുഡ് സെൻറ്ററിലും വൈറ്റ് ഔട്ടർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ വുഡ് ഔട്ടറും സെൻറ്റർ വൈറ്റ് ചെയ്യാറ്. വേറെ ചേഞ്ചിന് നിങ്ങൾ ചെയ്ത് ക്ലയൻറ്റ് ഇങ്ങനെ ചെയ്താൽ മതി പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. തൊട്ടിപ്പുറത്ത് വേറെ ഒരു ടേബിൾ പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റഡി ടേബിൾ പോലും പിന്നെ ബുക്ക് സ്റ്റോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മോഡലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ കസാറായിട്ട് ഇങ്ങനെ കയറിയിരിക്കാനും ലാപ്ടോപ്പ് അങ്ങനെ വർക്കിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ബുക്ക് വയ്ക്കാനൊരു സെറ്റാണ് ചെയ്തിരുന്നത്. സാധാരണ ബുക്കൊക്കെ വയ്ക്കാൻ ഡോറിൽ ഗ്ലാസ് ടൈപ്പാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഗ്ലാസ് വേണ്ട ഫുൾ ഷീറ്റ് മതി പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുക. കാരണം അവർക്ക് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഫുൾ വാട്ടർ പ്രൂഫാണ് കേട്ടോ. ഇത് ചെതിൽ പിടിക്കുന്നില്ല. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നിന്നോളും. PVC ഷീറ്റാണ് തന്നെയല്ല, ഇത് 15 വർഷമൊക്കെ വാറൻറ്റി തരുന്ന ഒരു ഷീറ്റാണ്. ഇത് വാൾഡ്രോപ്പിനുള്ളിൽ ചെറിയ ഡ്രോവും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇത് ഉൾഭാഗം മൊത്തം ഫറസ് വിൻഡോ ഉണ്ടാകും ചെയ്തിരിക്കാനായിട്ടോ. ഇത് ഔട്ടർ 2 ഇഞ്ച് സൈസിലാണ് ഔട്ടർ വന്നിരിക്കുന്നത്. ബെർത്തും അതേപോലെ തന്നെ 2 ഇഞ്ച് സൈസിലാണ് ചെയ്തിരിക്കുന്നത്. തീരെ ഗ്യാപ്പ് ഇല്ലാത്ത ഫിനിഷിങ്ങാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ വാൾഡ്രോപ്പും ഇതൊക്കെ പണിയും അലുമിനിയം കൊണ്ട് ചെയ്യുമ്പോൾ സൈഡിലൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ടാകും. പക്ഷെ അത് അങ്ങനെ ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു ഗ്യാപ്പില്ലാത്ത രീതി ഫിനിഷ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു അലുമിനിയം കൊണ്ട് ചെയ്ത ഒരു വർക്കാണ് പറയല്. വേറെ ബെഡ്റൂം കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് നോർമൽ ടൈപ്പ് ആയിട്ടുള്ള ഡോറാണ്, ഔട്ടറൊന്നും ഇല്ലാതെ 3 ഡോറും പിന്നെ മോഡ് ബെർത്തും വരുന്നുണ്ട്. ഇത് റോസ് ഗോൾഡ് ഷീറ്റാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെക്ഷൻ വരുന്നത് ഇലക്ട്രോ കോട്ടിംഗ് ആണ്. റോസ് ഗോൾഡ് തന്നെ കേട്ടോ കളർ വരുന്നത്. ഇലക്ട്രോ കോട്ടിംഗ് ആണ് കേട്ടോ വരുന്നത്. ഹാൻഡിൽ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ സ്റ്റീലിനും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് കൊടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കുന്നുണ്ട്. ഇത് മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഫൈനലി ഈ സൈഡിൽ വരും ഡോറിൻ്റെ ഇഞ്ചസ് വരുന്ന ഭാഗം നല്ല 1 ഇഞ്ച് 3/4 ഇഞ്ച് ഗ്യാപ്പ് വരും. പക്ഷെ അങ്ങനെ കൊടുത്ത് ഒരിക്കലും ചെയ്യരുത്. ഗ്യാപ്പ് വരുമ്പോൾ 5 mm കണത്തിന് കൂടുതൽ വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് വർക്ക് വേറെ ചെയ്യിക്കണം, ശ്രദ്ധിക്കണം. ഈ ചുമരിൻ്റെ സൈഡ് കൊണ്ടോ ഡോർ ഇരിക്കുന്ന ഗ്യാപ്പ് കൊണ്ടല്ലോ 5 mm കാണുള്ളൂ. 5 mm 4 mm കാണാം. അപ്പോൾ വരുന്നുള്ളൂ 4.5 ഒക്കെ വരുന്നുള്ളൂ. 5 mm ഉള്ളിലാണ് വരുന്നത്, കൂടുതൽ ഗ്യാപ്പൊന്നും വരുന്നില്ല. അപ്പോൾ അത്രയും ഗ്യാപ്പ് വരാൻ പാടുമെങ്കിൽ മാത്രമാണ് ഒരു നമ്മൾ ഇന്ത്യയിൽ ചെയ്തതിൻ്റെ ആ ഡോറൊക്കെ വെച്ചതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ആർക്കും വർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതങ്ങ് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യണവരാണെങ്കിൽ അവരും ഇതുപോലെ നിങ്ങൾ ഇതുപോലെ എന്താ പറയുക അങ്ങനെയുള്ള വൃത്തിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ആദ്യ കാലത്തൊക്കെ ഹൈലൻ ഷീറ്റൊക്കെ കേട്ടോ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈലൻ ഷീറ്റ് അത് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ കൂടുതലൊക്കെ PVC ഷീറ്റ് തന്നെയാണ്. പിന്നെ ACP ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ACP ഇൻറ്റീരിയൽ അത് ചെയ്യുന്നില്ല കേട്ടോ. ACP ഇൻറ്റീരിയൽ വർക്കിന് ACP ചെയ്താൽ കളർ പോകാൻ ചാൻസ് കൂടുതലാണ്. തൊട്ടിപ്പുറത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് വർക്ക് ബാക്കി ഇരിക്കുന്നുണ്ട്. ഇത് ഗ്രാനൈറ്റ് വയ്ക്കാണ്ട് പിന്നെ ബാക്ക് മൊത്തം പാനൽ ചെയ്താണ് മിറർ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ തൊട്ടടുത്തായിട്ടാണ് ടോയ്ലറ്റ് ബാത്റൂമിൽ സെറ്റ് കൊടുത്തേക്കുന്നത്. ഇത് ബെഡ്റൂമിന് കുറച്ച് സെപ്പറേറ്റ് ആയിട്ടോ വരുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിളും പിന്നെ തൊട്ടടുത്ത് ബാത്റൂം അങ്ങനെ ആയിട്ട് വേറെ ആയിട്ട് വരുന്നത്. ഇത് താഴേക്കും കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് കാണിച്ചു തരാം. ഇത് TV യൂണിറ്റ് ചെയ്യാൻ പോകണല്ലോ കേട്ടോ. TV യൂണിറ്റ് ഒരു വർക്ക് നടന്നുകൊണ്ട് ഇരിക്കണുള്ളൂ. അത് ഞാൻ അതിന് സെപ്പറേറ്റ് വീഡിയോ TV യൂണിറ്റിൻ്റെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ടൈലിൻ്റെ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പണിക്കാരും അവിടെ ഉണ്ട്, പെയിൻറ്റ് പണിക്കാരൊക്കെ ഉണ്ട്. ഇത് ഗോൾഡൻ വർക്ക് ഷീറ്റാണ് കേട്ടോ. റോസ് ഗോൾഡ് പോലത്തെ ഷീറ്റാണ്. ഇതിൻ്റെ ഔട്ടർ വരുന്നത് വുഡാണ് കേട്ടോ. വാൾനറ്റാണ് വുഡ് വരുന്നത്. ഇത് 2 1 സൈസ് അലുമിനിയാണ് കേട്ടോ.
ഔട്ടർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഡബിൾ ഡോർ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഡോർ സെൻറ്റർ ഡിവൈഡ് ഇല്ല, കാരണം ഇപ്പം ബർത്ത് ആയതുകൊണ്ട് വലുപ്പം കൂടി എന്തെങ്കിലും സാധനങ്ങളൊക്കെ എന്തെങ്കിലും പെട്ടോ സൂട്ട്കേസൊക്കെ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡോറായിട്ട് സെൻറ്റർ ഡിവൈഡിലാണ് ഡബിൾ ഡോർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഷീറ്റ് റോസ് ഗോൾഡ് അല്ല, സോറി, ഇതിൻ്റെ ഷീറ്റിൻ്റെ കളർ വരുന്നത് ഗോൾഡ് ബ്രൗൺ മിക്സഡ് ആയിട്ടുള്ള ഷീറ്റാട്ടോ. ഇതിൻ്റെ ഷീറ്റിന് വുഡിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ടർ വുഡാണ് കൊടുത്തിരുന്നത് കേട്ടോ. ഇത് ഫെറോ സിമെൻറ്റിന് മുകളിൽ കാണിച്ച അതേപോലെ തന്നെ ഫെറോ സിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു ഉള്ളിൽ ലോക്കർ പോലെ ഡ്രോ കൊടുത്തിട്ടുണ്ട്. പിന്നീട് മിററിൻ്റെ അത് സെറ്റ് ചെയ്യാൻ കേട്ടോ, അത് ലാസ്റ്റ് ചെയ്യാൻ പോകണം. ഒരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിൽ സ്പേസ് അവിടെ ഇല്ല. അവിടെ വിൻഡി ആയതുകൊണ്ട് ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മിറർ ഡോറിൽ തന്നെ കൊടുക്കണം കേട്ടോ. മൊത്തം PVC ഷീറ്റ് തന്നെ കേട്ടോ വരുന്നത്. അതുകൊണ്ട് PVC ലാമിനേഷൻ ഷീറ്റ് അത്യാവശ്യം ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെച്ചാൽ ഒന്നേക്ക് നമ്മൾ വെള്ളമൊക്കെ വെച്ച് തുടച്ചാൽ യാതൊരു പ്രശ്നം വരില്ല. ഫുൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഷീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നാശമാവുന്നില്ല ഷീറ്റ്. ഇത് വേറെ ബെഡ്റൂം ആട്ടോ. ഇതൊരു റോസ് ഗോൾഡ് തന്നെയാണ് ഷീറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഔട്ടർ കൊടുക്കുന്നത് ചാമ്പ്യൻ സിൽവർ അലുമിനിയാണ് കേട്ടോ. ഇലക്ട്രോ കോട്ടിങ്ങിൻ്റെ ഔട്ടർ കൊടുത്തിരിക്കുന്നത് ചാമ്പ്യൻ സിൽവർ കളറാണ് വരുന്നത്. അത് സ്റ്റീലിൻ്റെ കാട്ടിലും കുറച്ച് ഇത് വ്യത്യാസമുള്ള കളറാണ് ചാമ്പ്യൻ സിൽവർ. ഇതിൻ്റെ ഔട്ടർ കൊടുത്തിരിക്കുന്നത് ചാമ്പ്യൻ സിൽവറാണ്. ബെർത്തും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ബെഡ്റൂമും 3 ഡോർ വന്നിട്ടാണ് വരുന്നത് കേട്ടോ. ബെർത്തായാലും എല്ലാം ഒരേ സൈസ് തന്നെ വരുന്നത്. പക്ഷെ ഇപ്പോൾ വീട്ടിൽ 4 ബെഡ്റൂമുണ്ട്. ഈ 4 ബെഡ്റൂമും ഒരേപോലെ തന്നെ കേട്ടോ സൈസ് വരുന്നത്. പക്ഷെ വാൾഡ്രോപ്പിൻ്റെ കളറ് ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വർക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ, പാനൽ ചെയ്യാനൊക്കെ ഉണ്ട്. ഇനി അടുത്ത് വരുന്നത് കിച്ചനാണ് കേട്ടോ. കിച്ചണിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് സാധാരണ ഒരു കിച്ചനാണ്, നോർമൽ മോഡൽ കിച്ചനാണ്. ചെറിയൊരു സ്പേസിൽ കിച്ചൺ, ഓപ്പണിങ് കിച്ചൺ എന്നല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇത് GTBT ഒരു സെറ്റാണ് കേട്ടോ. പ്ലേറ്റ് വയ്ക്കാനൊക്കെ തൊട്ട് താഴത്തൊരു സിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ മുകളിലായിട്ട് തന്നെ GTBT ഒരു സെറ്റ് ചെയ്തിരിക്കണം. ഇത് പ്ലേറ്റൊക്കെ വെക്കേണ്ട ഒരു സെറ്റാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് മുകളിൽ തന്നെ പ്ലേറ്റ് വയ്ക്കാം. പിന്നെ ഇത് തട്ടും വെച്ചിട്ടുണ്ട്. മുകളിലത്തെ ബെർത്ത് 3 സൈഡായിട്ടാണ് വരുന്നത് കേട്ടോ. കിച്ചണിൽ 3 സൈഡായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൽ അലുമിനിയം വരുന്ന ചാമ്പ്യൻ സിൽവർ കേട്ടോ. ഇലക്ട്രോ കോട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ എപ്പോഴും ഇലക്ട്രോ കോട്ടിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.